സംഖ്യാപുസ്തകം അധ്യായം 28 ബലികളും ഉത്സവങ്ങളും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക, എനിക്ക് ദഹനബലികളും സുരഭിലമായ ഭോജന ബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം, നിങ്ങൾ ദഹനബലിക്കായി 1 വയസ്സുള്ള ഊനമറ്റ 2 ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം. ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും ബലി അർപ്പിക്കണം. കൂടാതെ ധാന്യബലിയായി 1 ഹിന്നിൻ്റെ 4 ശുദ്ധമായ എണ്ണ ചേർത്ത് 1 എഫായുടെ 10 നേരിയ മാവ് അർപ്പിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി സീനായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത്. അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് 1 ഹിന്നിൻ്റെ 4 എന്ന തോതിൽ പാനീയ ബലിയും അർപ്പിക്കണം. കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലി അർപ്പിക്കണം. രാവിലത്തെ ധാന്യബലിയും അതിൻ്റെ പാനീയ ബലിയും പോലെ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം. സാബത്ത് ദിവസം 1 വയസ്സുള്ള ഊനമറ്റ 2 ആൺചെമ്മരിയാടുകളെയും ധാന്യബലിയായി 1 എഫായുടെ 10 എണ്ണ ചേർത്ത നേരിയ മാവും അതിൻ്റെ പാനീയ ബലിയും അർപ്പിക്കണം. അനുദിനമുള്ള ദഹനബലിയും അതിൻ്റെ പാനീയ ബലിയും കൂടാതെ സാബത്ത് തോറുമുള്ള ദഹനബലിയാണിത്. മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി 2 കാളകൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള ഊനമറ്റ 7 ആൺചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം. അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് 1 എഫായുടെ 10 മുട്ടാടിന് 10 ആട്ടിൻകുട്ടി ഒന്നിന് 10 നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്. അവയുടെ പാനീയ ബലി കാളയൊന്നിന് 1/2 ഹിൻ, മുട്ടാടിന് 1/3 ഹിൻ, ആട്ടിൻകുട്ടി ഒന്നിന് 1/4 ഹിൻ എന്ന തോതിലായിരിക്കണം. വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത്. അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻ മുട്ടനെ കർത്താവിന് അർപ്പിക്കണം. 1-ാം മാസം 14-ാം ദിവസം കർത്താവിൻ്റെ പെസഹായാണ്. ആ മാസം 15-ാം ദിവസം ഉത്സവ ദിനമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം. അവ ഊനമറ്റവ ആയിരിക്കണം. അവയുടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളയൊന്നിന് 1 എഫായുടെ 10 മുട്ടാടിന് 10 7 ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും 10 എന്ന തോതിൽ അർപ്പിക്കണം. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്നതിന് 1 കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിയായും അർപ്പിക്കണം. പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം. അതുപോലെ തന്നെ 7 ദിവസവും കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയോടുകൂടെ ധാന്യബലിയും അർപ്പിക്കണം. അത് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമെയാണ്. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 2 കാളക്കുട്ടികളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകളെയും അർപ്പിക്കണം. അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളക്കുട്ടി ഒന്നിന് 1 എഫായുടെ 10 മുട്ടാടിന് 10 ആട്ടിൻകുട്ടി ഒന്നിന് 10 എന്ന തോതിൽ അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതിന്
ഒരു കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയ ബലിയും നിങ്ങൾ അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.